നോക്കിയിരുന്ന ആമ്പിളേര് കാശുകൊണ്ടാണ് വയ്ക്കുമോ നീ വന്നിരുന്നത്. ശ്യാമേ, ഇക്കാര്യം പറഞ്ഞ് ഇനി ഇതിനെ വിളിക്കും. താനല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഇനി രാത്രി രാജീവേ, രാജീവേ. അഭിവാദ്യങ്ങൾ ശ്രീ ജോയ് പുന്നിക്കാട്. ആരാ നിങ്ങളാരാ? രാജീവെവിടെ? ഞാൻ മുഖ്യദൂതനായ മിഖായേൽ. രാജീവല്ല, ഞാനാണെങ്കിൽ താങ്കളെ കൊണ്ടുപോകുന്നത്. പരിഭ്രമിക്കേണ്ടതില്ല. താങ്കൾ ഒരു 5 മിനിറ്റ് മുൻപ് മരണപ്പെട്ടു എന്നതേ. അയ്യോ, എനിക്കിപ്പോ മരിക്കണ്ട. പക്ഷേ മരിച്ചു പോയില്ലേ? ഇനി ഒരു തിരിച്ചു പോക്കില്ല. അതിന് ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം. അപ്പോ നമ്മൾ സ്വർഗത്തിലേക്ക് പോകണോ? ഞാൻ താങ്കളെ വിശുദ്ധ പത്രോസിന്റെ അടുപ്പിക്കണം. സ്വർഗത്തിന്റെ താക്കോൽ അദ്ദേഹത്തെയാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. ആ ജോയ് പുന്നക്കാടന്റെ ഫയൽ ജോൺ ജോസ് ജോസഫ്. ആ കിട്ടി. ജോയ് പുന്നക്കാടൻ, 55 വയസ്സ്, പ്ലാന്റർ ആൻഡ് ബിസിനസ്മാൻ. അപകട മരണം. ഇന്ന് വൈകിട്ടാണ് സംസ്കാരം. അടക്കിന് മെത്രാനാണ് വരുന്നത്. വലിയ കുട്ടിയാണെന്ന് തോന്നുന്നു. വിശുദ്ധ പത്രോസ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിഖായേൽ, ഞാൻ ജോയ്, ഒന്ന് പരിചയപ്പെടാൻ. ജോയ് പുന്നക്കാടൻ അല്ലേ? കാര്യങ്ങൾ അത്ര എളുപ്പമല്ലല്ലോ പുന്നക്കാട. തൻ്റെ അകത്ത് കയറ്റാൻ മെത്രാനച്ചൻ്റെ ഓഫീസിൽ പോരാ. മിഖായേലെ, ഒരു രക്ഷയുമില്ല. ഇവിടെ എടുക്കാൻ പറ്റില്ല.
നിങ്ങൾക്ക് അവൻ്റെ മേൽ ഒരവകാശവുമില്ല. മകനെ, കഴിവുണ്ടായിട്ടും ചെയ്യാതിരുന്ന നന്മകൾ നിന്നെ സ്വർഗത്തിൽ നിന്നും അകറ്റിയിരിക്കുന്നു. എങ്കിലും നീ നിന്റെ മക്കൾക്ക് ഒരു നല്ല അപ്പനായിരുന്നു. ദൈവത്തിന്റെ കരുണ നിനക്കായി ശുദ്ധീകരണത്തിന്റെ ഒരു കാലയളവ് നിശ്ചയിച്ചിരിക്കുന്നു. മോനെ, ഞാൻ ഇവിടെ കിടന്ന് നൊവേന ചെല്ലാൻ തുടങ്ങിയിട്ട് 500 കൊല്ലമായി. ഇനി ഭൂമിയിലുള്ളവർ നമുക്ക് വേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് മാത്രമേ വിലയുള്ളൂ. ഓ, അവരാണെങ്കിൽ ആണ്ടിലൊരു കുർബാന ചെല്ലിച്ചാണ്. അത് പറഞ്ഞപ്പോഴാണ് നാളെ എൻ്റെ ആണ്ട പിള്ളേരിൽ എന്തായാലും കുർബാന ചെയ്യും. ഒരു കുർബാന വിളിക്കില്ല കേൾവി പോകാമായിരുന്നു. അല്ലെങ്കിൽ കിടക്കണം. ഇനിയും 10 കൊല്ലം കൂടി. 15 കൊല്ലമായി ചേട്ടാ. അവരൊക്കെ ഇനിയും പുറത്ത് പ്രാർത്ഥിക്കുമോ? എൻ്റെ മക്കൾ പ്രാർത്ഥിക്കും. ഇതുവരെ അവർ ഒരു മുറക്കം വെച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുമായിരിക്കും? എല്ലാ കൊല്ലവും ആണ്ട് ദിവസം അടുത്തുമ്പോൾ നിങ്ങായിമാരാക അവരെ എനിക്ക് കാണിച്ചു തരാറുണ്ട്. ജോയ്, റെഡിയല്ലേ? നമുക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? നീ ഉറപ്പെ കിടക്കുക. നീ മസാല നോക്ക്. ചേട്ടായി പറഞ്ഞ സാധനം കിട്ടിയില്ല. ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ആലീസേ, ഒരു പ്ലേറ്റ് ബീഫ് കിടത്തോ. നമ്മൾ അറിയിച്ചാൽ എഴുന്നേറ്റ് പോകുന്നുണ്ടോ? പുള്ളി കൂടെ വിളിച്ചു. പുള്ളി സന്ദേശം ഇവിടെ തോട്ടത്തിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. സന്ധിച്ചൻ എത്തിയെന്ന് തോന്നുന്നല്ലോ. ഓ, ഒന്നും പറയണ്ട. പണിക്കാരെയൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴേക്കും നേരെ ഒരുപാടായി. പിന്നല്ലാതെ എന്നടാ ചോദിച്ചാ വിശേഷിച്ച്? ചേട്ടായിക്ക് നാളെ അപ്പൻ്റെ ആണ്ടാണെന്ന് വല്ല ഓർമ്മയാണ്. ഓ, സത്യം പറയാലോ, അച്ഛനെയൊക്കെ കണ്ട് ഒരു കുർബാന ചെല്ലിക്കണമെന്ന് ഓർത്തതായിരുന്നു. പക്ഷെ വിട്ടുപോയി. അതെന്നാ പണിയാണ് സന്ധിച്ചാ നീ കാണിച്ചേ? പോട്ടടി 10-15 കൊല്ലം മുടങ്ങാതെ കൊണ്ട് ചോദിച്ചത്. അപ്പം പണ്ടേ സ്വർഗത്തിലാണ്. നമ്മുടെ അപ്പം പാവം ഉണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. അപ്പൊ പാവമൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. അപ്പനോടുള്ള സ്നേഹം അങ്ങനെയാ കാണിക്കേണ്ടത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ അപ്പന്റെ ആത്മാവ് ഒരു കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാണെങ്കിലും. അവിടെ പറയുന്നതിനും കാര്യമുണ്ട്. സന്ധിച്ച, നീ ആ ഫോണെടുത്ത് അച്ഛനെ വിളിച്ചേ. എന്നിട്ടൊരു കുർബാന പോവാം. റോയി, ഇതൊന്നും വേണ്ട. ഈ കുപ്പി അലമാരി കൊണ്ടുവരുന്നത്. ആലീസേ, മോളെ പിള്ളേരെ വിളിക്കും. കുരിശു വരട്ടെ. അപ്പൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. പോയി ആറ്റത്തുള്ള